ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യോളജിയിലെ ചാപ്റ്റർ 12 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 11 ചാപ്റ്ററോളം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു പാഠമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഒരു മാരേജ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് തന്നെ മാരേജ് എന്നാണ്. ചാപ്റ്റർ 12 മാരേജ് ആണ്. എന്താണ് മാരേജ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, വിവാഹം. നിങ്ങൾ എല്ലാവരും വിവാഹത്തിന് പോകുന്നവരാണ്, അതുപോലെ തന്നെ വിവാഹം കഴിച്ചവരായിരിക്കാം ചിലപ്പോ. അപ്പോ എല്ലാവർക്കും മാരേജ് എന്താണെന്ന് അറിയാം. പക്ഷേ ഈ മാരേജ് എന്ന് പറയുന്ന സംഹിതയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ മനസ്സിലാകും. കാരണം മാരേജ് ആണ്. മാരേജ് എന്ന് പറയുമ്പോൾ വിവാഹം എന്തിനാണ്, അതുപോലെ തന്നെ വിവാഹത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എത്ര ടൈപ്സ് വിവാഹം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ടീച്ചറെ ഹിന്ദു കല്യാണം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കല്യാണം, അതുപോലെ തന്നെ മുസ്ലിം കല്യാണം, ഇതല്ലേ ഉള്ളൂ ടീച്ചറേയും ചോദിക്കും. എന്നാൽ അങ്ങനെയല്ല, ഇതിനുള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സും ടൈപ്സും ആയിട്ടുള്ള വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പൊ അതിനെല്ലാം കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള പാഠമാണ്. നമുക്ക് വൈകിപ്പിക്കേണ്ട ആ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററിലോട്ട് നമുക്ക് പോയാലോ? ശരി, അപ്പൊ നമുക്ക് നോക്കാം. ചാപ്റ്റർ 12 മാരേജ് ആണ്. മാരേജ് എന്തിനാണ് അല്ലെ? രണ്ട് വ്യക്തികള് ഒരു കൂട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ മാരേജ് എന്ന് പറയുമ്പോ അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എങ്ങനെയാണ്? നമുക്കൊരു സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എങ്ങനെയാണ്? യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, സാർവലൗകിക പ്രക്രിയയാണ് അല്ലെ? സാർവലൗകിക പ്രക്രിയ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ മാരേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മാരേജ് എങ്ങനെയാണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സോഷ്യൽ കോണ്ടാക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. മാരേജ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളുടെ എന്താണ് വളർച്ചയ്ക്കും, അതുപോലെ തന്നെ എന്താണ് സന്താന ഉൽപാദനത്തിനും അല്ലെ? ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ സന്താന ഉൽപാദനത്തിനും, കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? വളർത്തുന്നതിനും, ഒരു വൈകാരികമായ അടുപ്പത്തിനും, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും, ഇതെല്ലാം എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? മാരേജിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ? മാരേജ് എന്ന് പറയുമ്പോൾ ഇത്രയും ആധികാരികമായിട്ട് പഠിക്കാനുണ്ടോ ടീച്ചറെ എന്ന് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താണ്, മാരേജിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വഴിയെ നമുക്ക് നോക്കാം. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു യൂണിവേഴ്സൽ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ രീതിയിൽ എഴുതുക. സാർവലൗകികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ? സാർവലൗകിക പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലായിടും ഉണ്ട്. ഏതെങ്കിലും കൺട്രിയിൽ മാരേജ് ഇല്ലാത്ത ഏതെങ്കിലും കൺട്രി ഉണ്ടോ? ഇല്ലല്ലേ? എല്ലാ കൺട്രിയിലും എന്തുണ്ട്? മാരേജും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വിവാഹത്തിലൂടെയാണ് കുടുംബം ഉണ്ടാകുന്നത് അല്ലെ? വിവാഹം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു ഫാമിലി എമർജൻസി ചെയ്യുന്നത്. ഒരു ഫാമിലി ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? മാരേജിലൂടെയാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പണ്ട് തൊട്ടേ അല്ലെ, ആൻഷ്യന്റ് തൊട്ട് അല്ലെങ്കിൽ പ്രാചീന കാലം തൊട്ടേ എന്തുണ്ട്? വിവാഹം ഉണ്ട് അല്ലെ? നമ്മൾ പറയും അല്ല ടീച്ചറെ, പണ്ട് നിങ്ങൾക്കറിയാം നിയോലിത്തിക് ഏജ്, അതുപോലെ തന്നെ പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അതുപോലെ മെസോലിത്തിക് ഏജ്, ഇങ്ങനെ ഒരു 3 ഏജ് പീരീഡ് ഉണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം നമ്മളെ പാലിയോലിത്തിക്കിൽ അതിലില്ല. രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഇണകളായി ജീവിച്ചു നമുക്ക് അതിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടം തൊട്ടേ എന്തുണ്ട്? മാരേജ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം പ്രാചീനമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ശാരീരികവും മാനസികവും സാമൂഹികവും സാംസ്കാരികവും. ശ്രദ്ധിച്ചിരിക്കുക, ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ കാര്യങ്ങളും നിറവേറുന്നതിനുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മാരേജ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ്? ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇട്ട് എഴുതുക. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാർവലൗകിക പ്രക്രിയയാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതിനും, അല്ലെങ്കിൽ സന്താന ഉൽപാദനത്തിനും, അവയെ എന്ത് ചെയ്യുന്നു? വളർത്തുന്നതിനും ഒക്കെ, കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോഴാണോ മാരേജ് ഉദയിച്ചത്? അല്ല അല്ലെ? ആൻഷ്യന്റ് തൊട്ട് അല്ലെങ്കിൽ പ്രാചീനം തൊട്ട് എന്തുണ്ട്? മാരേജ് ഉണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് മാരേജ് നോക്കാം. എന്താണ് ഫങ്ഷൻസ്? മാരേജിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ധർമ്മങ്ങൾ? എന്തൊക്കെയാണ് അല്ലെ? സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ലൈംഗികപരമായിട്ടുള്ള സംതൃപ്തി. അതിനെ എന്ത് ചൂസ് ചെയ്യാം? നമുക്ക് മാരേജ് ചൂസ് ചെയ്യാം അല്ലെ? പിന്നെ എന്താണ്? സന്താന ഉൽപാദനവും കുട്ടികളെ സംരക്ഷിക്കലും. ഇത് ഏതിൽ വരുന്നതാണ്? ഫങ്ഷൻസ് ഓഫ് മാരേജിൽ വരുന്നതാണ്. അപ്പൊ മൂന്നാമത്തത് സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വം അല്ലെ? സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഒരു മാരേജ് ചെയ്ത് ഒരു ഫാമിലിക്ക് ആകുമ്പോഴാണ് നമുക്ക് എയിം ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് മുന്നേറണം, കുഞ്ഞുങ്ങളെ വളർത്താൻ സാമ്പത്തികം വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ഏതിലൂടെയാണ്? ഫാമിലിയിലൂടെയാണ്. പിന്നെ വൈകാരികമായിട്ടുള്ള ഒരു
പിന്തുണ, ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഏതിൽ വരും? മാരേജിൽ വരും. അപ്പൊ ഇതെല്ലാം എന്തിന്റെയാണ്? എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? മാരേജിന്റെ ഫങ്ഷൻസ് ആണ്. വൈകാരിക പിന്തുണയുണ്ട് അല്ലെ? നമുക്കൊരു ഒരു ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇണയോട് എന്ത് ചെയ്യും? പറയും അല്ലെ? നമ്മുടെ ഇണയോട് പറയും, അവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയും. ഇപ്പൊ ഒരു വൈകാരികമായ ഒരു പിന്തുണ എല്ലാ കാര്യത്തിലും, അതിപ്പോ വിഷമത്തിലും മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം ഷെയർ ചെയ്യും അല്ലെ? ഷെയറിങ് ആൻഡ് കെയറിങ് അല്ലെ? ഷെയറിങ് ആൻഡ് കെയറിങ് ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഒരു ഫാമിലി ലൈഫിൽ വരുന്നതാണ്. ഒരു മാരേജിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്നല്ലോ? ഓക്കെ, അത്രയാണ് അവിടത്തെ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മാരേജ് നോക്കാം. മോണോഗാമി ഉണ്ട്, പോളിഗാമി ഉണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് മാരേജിൽ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭർത്താവിൽ കൂടുതൽ, മനസ്സിലായോ? ഒരു ഭാര്യയോ ഒരു ഭർത്താവോ പങ്കാളിയാവുന്ന സങ്കല്പത്തെയാണ് മോണോഗാമി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് ഒരേ സമയം, മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ ഭർത്താവ് പങ്കാളിയാവുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മോണോഗാമി. മോണോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? മോണോ ഏകം അല്ലെ? ഒന്ന്. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു സമയം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ, ഒരു ഭാര്യയെ ഉള്ളൂ എങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? മോണോഗാമി എന്ന് വിളിക്കുന്നു. അപ്പൊ നേരെ തിരിച്ച് പോളിഗാമിയിൽ എങ്ങനെയായിരിക്കാം? ഒരു വ്യക്തി ഒന്നിലധികം, എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവും അല്ലെ? മനസ്സിലാവും? ഒന്നിലധികം ഭാര്യമാര് അല്ലെങ്കിൽ എന്താണ് ഭർത്താക്കന്മാരെ ഉള്ളതിനെ എന്ത് വിളിക്കുന്നു? പോളിഗാമി എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മോണോഗാമി എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ് മോണോ. നിങ്ങൾ ചിന്തിക്കുക, മോണോ ഒന്ന് അല്ലെ? ടൈപ്സ് ഓഫ് മാരേജ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് മാരേജിൽ മോണോഗാമി ഉണ്ട്, പോളിഗാമി ഉണ്ട് അല്ലെ? പോളിഗാമി മോണോഗാമി എന്താണ് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും. മോണോഗാമി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു പങ്കാളിയോടൊപ്പം തന്നെ ജീവിക്കുകയാണ് അല്ലെ? ഒരേ സമയം ഒരാളെ ഉള്ളൂ അല്ലെ? ഒരേ സമയം എന്താണ്? ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവേ ഉള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ പറയും? മോണോഗാമി. എന്നാൽ പോളിഗാമിയിൽ എത്തുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നോ അതിലധികമോ ഭാര്യയോ ഭർത്താവോ ഉണ്ട് എങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? പോളിഗാമി എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? കൺഫ്യൂഷൻ തീർന്നില്ലേ? ഇനി അതിനെയും നമുക്ക് തിരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പോളിഗെയ്നി എന്നും പോളി ആൻഡ്രി എന്നും. ടെക്സ്റ്റ് നോക്കിയിട്ടുള്ളവർ കൃത്യമായിട്ട് മനസ്സിലാവും. പോളിഗെയ്നി എന്നും പോളി ആൻഡ്രി എന്നും. പോളിഗെയ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് പോളിഗെയ്നി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നേരത്തെ തിരിഞ്ഞു പോരുത്. മോണോഗമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോ പോളിഗെമിയിലാണോ? നേരത്തെ പറഞ്ഞ പോളിഗെമിയിലാണോ? ഒരു സമയം ഒന്നിലധികം ഭാര്യയോ ഭർത്താക്കന്മാരോ ഉണ്ട് എങ്കിൽ അത് പോളിഗാമിയാണ്. അവിടെ തീർന്നു. അവിടെ ഇന്ന ആള് പുരുഷനെന്നോ ഭാര്യയെന്നോ നമ്മൾ എടുത്തു പറയുന്നില്ല. പക്ഷേ പോളിഗെയിനിയിലോട്ട് വരുമ്പോൾ ഒരു പുരുഷന്, ഒരു മെയിലിന് എന്താണ്? ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പോളിഗെയിനി എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? പോളിഗെയിനി എന്താണ്? അപ്പൊ പോളിയാൻഡ്രി എങ്ങനെയായിരിക്കും? നേരെ തിരിച്ച് അല്ലെ? പോളിയാൻഡ്രി എങ്ങനെയാണ്? ഒരു സ്ത്രീക്ക് ഒരേ സമയം എന്താണ്? ഒന്നിലധികം പുരുഷന്മാരെ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് ഉണ്ട് എങ്കിലും അടുത്ത് വേറൊരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? പോളിയാൻഡ്രി എന്ന് വിളിക്കുന്നു. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. കുറച്ച് കൺഫ്യൂഷൻ വരുന്ന പോർഷൻ ആണ്. ഒന്ന് ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് മാരേജ് ആണ്. ഒന്നാമത്തെ മോണോഗാമി, പോളിഗാമി. നമ്മുടെ മോണോഗാമിയിൽ ഒരാള് അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആരോ ആവട്ടെ, ഒരു വ്യക്തി ഒരാളെ തന്നെ വിവാഹം കഴിക്കുന്നു. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ഉള്ളൂ. അതെയാണ് എന്ത് വിളിക്കുന്നത്? മോണോഗാമി. അപ്പൊ പോളിഗാമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കും. അത് പുരുഷനാവാം സ്ത്രീയോ ആവാം. ഒന്നിലധികം ഭാര്യയും ഭർത്താവും ഉണ്ട് എങ്കിൽ അത് എന്താണ്? ഗാമി അല്ലെ? പോളിഗാമി എന്ന് പറയും. ഇനി അടുത്ത് പോളിഗെയ്നി ഉണ്ട്, പോളി ആൻഡ്രി ഉണ്ട്. ഗെയ്നി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അല്ലെ? ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പോളിഗെയ്നി എന്ന് വിളിക്കുന്നു. പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിച്ച് ജീവിക്കുന്നെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? പോളി ആൻഡ്രി എന്നും വിളിക്കുന്നു. അപ്പൊ ഇത് തീരെ ഇനിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട, കൃത്യമായിട്ട് പഠിക്കുക. മോണോ എന്ന് പറയുമ്പോൾ ഒന്ന്, പോളിഗാമി എന്ന് പറയുമ്പോൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്നത്, പോളിഗെയ്നി എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ കഴിക്കുന്നത്, ആൻഡ്രി എന്ന് പറയുമ്പോൾ സ്ത്രീ കഴിക്കുന്നത്. തീർന്നു. ഇനി അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നിങ്ങൾ കുഴപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിക്കാം, തറവായിക്കോളും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് പ്രൊഹിബിറ്റീവ് റൂൾസ്? നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമുക്ക് കുറച്ച് റൂൾസ്, നിരോധിച്ച കുറച്ച് വിവാഹങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിരോധിച്ച കുറച്ച് റൂൾസ് ഉണ്ട് വിവാഹത്തിൽ അല്ലെങ്കിൽ മാരേജിൽ. ഏതൊക്കെയാണ്? ഇൻസെക്ട് ടാബോ എന്നും എക്സോഗാമി എന്നും എൻഡോഗാമി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അത് ഇൻസെക്ട് ടാബോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? കുടുംബത്തിൽപ്പെട്ടവർ, അതായത് ഒരു ഫാമിലി പെട്ടവർ തന്നെ വിവാഹം കഴിക്കുന്ന രീതി. അതായത് അമ്മ മകനെ വിവാഹം കഴിക്കുന്ന രീതി. അങ്ങനെ നമുക്ക് വിവാഹം കഴിക്കാൻ പാടുണ്ടോ?
പാടുണ്ടോ? അതല്ല, എന്താണ്? ഇൻസെക്ട് ടാബു, നിരോധിച്ചതാണ് അല്ലെ. നിരോധിച്ച വിവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. ഇൻസെക്ട് ടാബോ, എക്സോഗാമി, എൻഡോഗാമി. ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഹൈപ്പർഗാമി, ഹൈപ്പോഗാമി. നമുക്ക് അതിലോട്ട് വരാം. ഇപ്പൊ നമുക്ക് ഇൻസെക്ട് ടാബു. ഇൻസെക്ട് ടാബു എന്ന് പറയുമ്പോൾ എന്താണ്? കുടുംബത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതിയെയാണ് എന്ത് വിളിക്കുന്നത്? എന്താണ്? നമ്മുടെ ഇൻസെക്ട് ടാബു എന്ന് പറയുന്നത്. കുടുംബത്തിൽപ്പെട്ടെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ അമ്മയും മകനും, സഹോദരനും സഹോദരിയും. അപ്പോൾ രക്തബന്ധമാണ് അല്ലെ. സഹോദരൻ സഹോദരി തന്നെ വിവാഹം കഴിക്കുന്ന രീതിയൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. അതാണ് ഇൻസെക്ട് ടാബു എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തത് എക്സോഗാമി. എക്സോഗാമി എന്ന് പറയുമ്പോൾ എന്താണ്? അന്യഗണത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന രീതി. അന്യഗണത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന രീതി എന്ത് പറഞ്ഞു? ഔട്ട്സൈഡ് ആയിട്ടുള്ള വിവാഹം കഴിക്കുന്നതിന് എന്ത് വിളിക്കുന്നു? എക്സോഗാമി. അതും നിരോധിച്ചിട്ടുണ്ട്. എൻഡോഗാമി, സ്വന്തം ഗണത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്ന രീതി. മനസ്സിലായോ? നിരോധിച്ച റൂൾസ് മനസ്സിലാവുന്നുണ്ട്. ഗണം എന്ന് പറയുമ്പോൾ എന്താണ്? അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് സ്വന്തം ഗണം അല്ലെ. നമ്മൾ സ്ത്രീ സ്ത്രീ, പുരുഷൻ പുരുഷൻ എന്ന് പറയുന്ന പോലെ സ്വന്തം ഗണത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന രീതി എന്ത് ചെയ്തിട്ടുണ്ട്? എൻഡോഗാമി, അതും നിരോധിച്ചിട്ടുണ്ട്. ഇനി ഹൈപ്പർഗാമി, അനുലോമ. ഉയർന്ന ജാതിക്കാരനെ പുരുഷൻ, താഴ്ന്ന ജാതിക്കാരനെ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ഹൈപ്പർഗാമി അല്ലെങ്കിൽ അനുലോമ. ഇനി ഹൈപ്പോഗാമി, പ്രതിലോമ എന്ന് പറയുമ്പോൾ എന്താണ്? താഴ്ന്ന ജാതിയിലെ പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ഹൈപ്പോഗാമി. മനസ്സിലായി? ഇതൊക്കെ പ്രൊഹിബിറ്റീവ് റൂൾസ് ആണ്. ഇതൊക്കെ നിരോധിച്ച കുറച്ച് വിവാഹ സമ്പ്രദായങ്ങളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇൻസെക്ട് ടാബു എന്താണ്? അമ്മയും മകനും തമ്മിൽ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതാണ് ഇൻസെക്ട് ടാബു. എക്സോഗാമി എന്ന് പറയുന്നത് എന്താണ്? അന്യഗണത്തിലുള്ള ആളെക്കാൾ അല്ലെങ്കിൽ ഒരാളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് എക്സോഗാമി. സ്വന്തം ഗണത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് എന്താണ്? എൻഡോഗാമി. ഹൈപ്പർഗാമി എന്ന് പറയുന്നത് എന്താണ്? അനുലോമ അല്ലെ. അനുലോമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഉയർന്ന ജാതിക്കാരനായ ഒരു പുരുഷൻ താഴ്ന്ന, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഇപ്പൊ കാസ്റ്റ് മാറിയൊക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഉയർന്ന ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എന്താണ്? ഹൈപ്പർഗാമി അല്ലെങ്കിൽ അനുലോമ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ എക്സാമിന് അനുലോമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും നിങ്ങൾ? ഉയർന്ന ജാതിക്കാരനായ ഒരു പുരുഷൻ താഴ്ന്ന ജാതിക്കാരൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ഹൈപ്പർഗാമി അല്ലെങ്കിൽ അനുലോമ. അപ്പൊ പ്രതിലോമ എങ്ങനെയായിരിക്കാം? താഴ്ന്ന ജാതിയിലെ ഒരു പുരുഷൻ, മനസ്സിലാവുന്നുണ്ടോ? താഴ്ന്ന ജാതിയിലെ ഒരു പുരുഷൻ ഉയർന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ ഹൈ കാസ്റ്റിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പ്രതിലോമ. നേരെ ഓപ്പോസിറ്റ്, തിരിച്ചെഴുതിയാൽ മതി. ഒന്ന് പഠിച്ചാൽ മതി, അത് മറ്റതിലോട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഹൈപ്പോഗാമി. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട. എക്സോഗാമി, മോണോഗാമി, പോളിയാൻഡ്രി, പോളിഗൈനി അങ്ങനെ കുറേ ഉണ്ട്. അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാം, ഹൈ കാസ്റ്റിലുള്ള ഒരു പുരുഷൻ അല്ലെ, ഉയർന്ന ജാതിക്കാരൻ ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഹൈപ്പർഗാമി. ഓക്കെ, അപ്പൊ ഹൈപ്പോഗാമിയോ? താഴ്ന്ന ജാതിയിലെ ഒരു പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എന്താണ്? ഹൈപ്പോഗാമി അല്ലെങ്കിൽ എന്താണ്? പ്രതിലോമ എന്ന് മനസ്സിലാക്കി വെക്കാം. അവിടെ അത്രയാണ് തീർന്നത്. ഓക്കെ, ക്ലിയർ? പക്ഷെ ഈ വിവാഹങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ലേ ഉയർന്ന ജാതിക്കാരന്? ചിലപ്പോൾ അവർ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ഭവനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്താ ഭ്രഷ്ടൊക്കെ കൽപ്പിക്കും അല്ലെ. ബ്രാഹ്മണ സമുദായത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മുൻപ് കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടു ദുരഭിമാന കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജാതിയിലൊക്കെ ഒരുപാട് കുറഞ്ഞവരുടെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം കൊലപാതകത്തിൽ വരെ നയിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും പറയുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിഫറൻഷ്യൽ റൂൾസ്. എന്തൊക്കെയാണ് പ്രിസ്ക്രിപ്റ്റീവ് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള റൂൾസ് നോക്കാം വിവാഹത്തിൽ. ക്വസ്റ്റ്യൻ ആണ്. പ്രിസ്ക്രിപ്റ്റീവ് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ്? പാരലൽ കസിൻ മാരേജ്. പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത് പാരലൽ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്നു. മനസ്സിലായി? രണ്ട് സഹോദരങ്ങളുടെ മക്കള്, അതായത് നിങ്ങൾക്കറിയാലോ അമ്മായിയുടെ മോളെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അമ്മാവന്റെ മകളെ മകനെ വിവാഹം, അങ്ങനത്തെ പറയില്ലേ? അത് തന്നെയാണ് പറയുന്നത്. നമ്മള് മുറപ്പയ്യൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. പാരലൽ കസിൻ മാരേജ് എന്താണ്? രണ്ട് സഹോദരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ രണ്ട് സഹോദരിമാരുടെ മക്കൾ തമ്മിലോ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാരലൽ കസിൻ മാരേജ്. ക്ലിയർ? പാരലൽ കസിൻ മാരേജ് എന്താണ്? രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ രണ്ട് സഹോദരികൾ അവരുടെ മക്കൾ തമ്മിലോ വിവാഹം കഴിക്കുന്ന രീതിയാണ് പാരലൽ കസിൻ മാരേജ്. ക്രോസ് കസിൻ മാരേജ് എന്താണ്? ക്രോസ് കസിൻ മാരേജ് ക്രോസ് കസിൻ ആണ് അല്ലെ. ശ്രദ്ധിച്ചിരിക്കാം. പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരിയുടെയോ സന്താനത്തെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ക്രോസ് കസിൻ മാരേജ്. അപ്പൊ ക്രോസ് കസിൻ മാരേജ് എന്താണ്?
പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരിയുടെയോ ക്രോസ് കസിൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, പിതൃ സഹോദരിയുടെ അല്ലെ, പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരിയുടെയോ, മനസ്സിലാവുന്നുണ്ടോ? പിതാവിന്റെ സഹോദരി അല്ലെ, മാതാവിന്റെ സഹോദരി, അവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അവരുടെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതിയാണെങ്കിൽ അതിനെ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കാം. എന്തൊക്കെയാണ്? പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരിയുടെയോ സന്താനത്തെ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് കസിൻ മാരേജ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പിതൃ സഹോദരൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? പിതാവിന്റെ സഹോദരൻ അല്ലെ, അവരും അതുപോലെ തന്നെ മാതാവിന്റെ സഹോദരിയും തമ്മിലുള്ള അവരുടെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് കസിൻ മാരേജ്. ഇനി ലെവിറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിധവ. ഒരാൾ വിധവയായിട്ടുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ലെവിറേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ വിധവയായപ്പോ അവർക്ക് കൂട്ടില്ല, അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചുപോയി തന്റെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുന്നതിനെ ലെവിറേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ സോറോ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? സോറോ റൈറ്റ് എന്ന് പറയുമ്പോൾ വിധവൻ, അതായത് ഭാര്യ മരിച്ച ഒരാളെ എന്ത് വിളിക്കുന്നു? വിധവൻ എന്നല്ലേ. വിധവൻ എന്ത് ചെയ്യുന്നു? തന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഇളയ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് സോറോ റൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ കൂടെ ഒരു കൺഫ്യൂഷൻ വരുത്തരുത്, ശ്രദ്ധിച്ചു പഠിക്കാം. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്? പാരലൽ രണ്ട് സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരുടെയോ മക്കൾ തമ്മിൽ, രണ്ട് സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ രണ്ട് സഹോദരികളുടെ അവരുടെ മക്കൾ തമ്മിലോ വിവാഹം കഴിക്കുന്ന രീതിയാണ് പാരലൽ കസിൻ മാരേജ്. കസിൻ അവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, കസിൻ. ഇനി ക്രോസ് കസിൻ മാരേജ് എങ്ങനെയാണ്? പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരിയുടെയോ മക്കൾ സന്താനത്തെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്ന രീതിയാണ് ക്രോസ് കസിൻ മാരേജ്. അപ്പൊ ലെവിറേറ്റ് എങ്ങനെയായിരിക്കാം? വിധവ തന്റെ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതി, തന്റെ ഭർത്താവ് മരിച്ചുപോയി, അപ്പൊ തന്റെ ഭർത്താവിന്റെ ചേട്ടനെയോ അനിയനോ എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹം കഴിക്കുന്ന രീതിയാണ് ലെവിറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സോറോ റൈറ്റ് ആണെങ്കിലോ, വിധവൻ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ച തന്റെ ഭാര്യയുടെ ഇളയ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? സോറോ റൈറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനകത്തുള്ള 4 കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹിന്ദു മാരേജ് എത്ര തരത്തിലുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഹിന്ദു മാരേജ് എത്ര തരത്തിലുള്ള ഹിന്ദു മാരേജ് ഉണ്ട്? 8 തരത്തിലുള്ള, ഹിന്ദു സിസ്റ്റം അനുസരിച്ച് 8 തരത്തിലുള്ള മാരേജ് ഉണ്ട്. എത്ര തരത്തിലുള്ള മാരേജ് ഉണ്ട്? 8 തരത്തിലുണ്ട്. അതായത് ബ്രഹ്മവിവാഹം എന്നും ദൈവവിവാഹം എന്നും പ്രജാപത്യ വിവാഹം, ആർഷ വിവാഹം, രാക്ഷസ വിവാഹം, പിന്നെന്താണ് പൈശാചിക വിവാഹം, അസുര വിവാഹം, ഗാന്ധർവ വിവാഹം, അങ്ങനെയൊക്കെയുള്ള 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. ഒന്നുകൂടെ എഴുതിയെടുക്കുന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ബ്രഹ്മവിവാഹം, ദൈവിക വിവാഹം, ആർഷ വിവാഹം, പ്രജാപത്യ വിവാഹം, അസുര വിവാഹം, ഗാന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പിന്നെന്താണ് പൈശാചിക വിവാഹം. ഇത് 8 തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഹിന്ദു മാരേജ് എത്രയായിട്ടാണ് നോക്കാം. ആദ്യത്തെ ബ്രഹ്മവിവാഹം. ബ്രഹ്മവിവാഹം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? വധുവിന്റെ അച്ഛൻ തന്റെ മകളെ എന്ത് ചെയ്യുന്നുണ്ട്? വരന് സമ്മാനമായി നൽകുന്ന രീതിയാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ബ്രഹ്മവിവാഹം എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ, വധുവിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? തന്റെ മകളെ എന്ത് ചെയ്യുന്നുണ്ട്? വരന് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നു? ഇഷ്ടാനുസരണം എന്ത് ചെയ്യുന്നു? സമ്മാനമായിട്ട് കൊടുക്കുന്ന രീതിയാണ് ബ്രഹ്മവിവാഹം. ഓക്കെ, ക്ലിയർ. അടുത്ത് ദൈവവിവാഹം എന്ന് പറയുന്നത് യാഗമോ യാഗകുണ്ഡം അല്ലെ, അറിയോ? യാഗമോ അതുപോലെ യജ്ഞമോ നടത്തുന്ന ഒരാൾ തന്റെ പുത്രിയെ എന്ത് ചെയ്യുന്നുണ്ട്? പുരോഹിതന് ദക്ഷിണയായി നൽകുന്ന വിവാഹ രീതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ദൈവവിവാഹം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രീസ്റ്റിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതി. മനസ്സിലായോ? ദൈവവിവാഹം എന്താണ്? യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ, ശ്രദ്ധിച്ചിരിക്കും, ഇങ്ങനെ തന്നെ എഴുതണം. യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തന്റെ പുത്രിയെ ഒരു പുരോഹിതന് ദക്ഷിണയായി എന്ത് ചെയ്യുന്നുണ്ട്? ഹോമകുണ്ഡത്തിന് ചുറ്റും നിന്ന് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദൈവവിവാഹം എന്ന് പറയുന്നത്. ഇതൊരു അഗ്നിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നടത്തുന്നത് കൊണ്ടാണ് ഇതിന് ദൈവവിവാഹം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അപ്പൊ ബ്രഹ്മവിവാഹം 1, ദൈവവിവാഹം 1. ഓക്കെ. ആർഷവിവാഹം എന്ന് എന്താണ്? വധുവിന്റെ പിതാവ്, അടുത്ത വിവാഹമാണേ. വധുവിന്റെ പിതാവ് ഒരു പശുവിനെയോ കാളയെയോ ഇല്ലെങ്കിൽ ഇവയിൽ ഒരു ജോഡിയോ നൽകിക്കൊണ്ട് പെൺകുട്ടിയെ വിവാഹം ചെയ്ത് നൽകുന്നതിന് ആർഷവിവാഹം എന്ന് പറയുന്നത്. അതായത് വധുവിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ എങ്ങനെയാണ്? ഒരു മൃഗത്തെ കൂടെ അല്ലെ, ഒരു ജന്തുജാലത്തെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്ന രീതി. ഒരു പശുവിനെയോ കാളയെയോ അല്ലെങ്കിൽ എന്താണ് ഇവയിൽ ഒരു ജോഡിയെയോ നൽകിക്കൊണ്ട് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്?
ആർഷ വിവാഹം. തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിരിക്കുക. ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത് എന്താണ്? സമ്മാനമായി കൊടുക്കുന്നതിനെയാണ് ബ്രഹ്മവിവാഹം. ദൈവവിവാഹം എന്ന് എന്താണ്? അഗ്നിക്ക് ചുറ്റും, ഹോമകുണ്ടത്തിന് ചുറ്റും നിന്നും കൊണ്ട് എന്ത് ചെയ്യുന്നു? തന്റെ മകളെ എന്ത് ചെയ്യുന്നു? ഒരു പുരോഹിതന്, ഒരു പ്രീസ്റ്റിന് കൊടുക്കുന്നു. ഒരു പ്രീസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താണ് സന്യാസി ആവാം. സന്യാസി എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഹോമങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്നതാവാം. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? തന്റെ കുഞ്ഞിനെ പിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നതിനെയാണ് ദൈവവിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ആർഷവിവാഹം എങ്ങനെയായിരിക്കും? ആർഷവിവാഹം തന്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതോടൊപ്പം ഒരു കാളയോ പശുവിനെ അല്ലെങ്കിൽ ഒരു ജോഡിയോ കൂടെ എന്ത് ചെയ്യുന്നു? കൊടുത്തതിന് ശേഷം വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് ആർഷവിവാഹം. സിമ്പിൾ ആണ്. ഓക്കെ. അടുത്തത് പ്രജാപത്യ വിവാഹം. പ്രജാപത്യ പേരിൽ തന്നെയാണല്ലോ ഒരു കുറച്ച് ഒരു മേന്മയുള്ളത് പോലെ. അപ്പൊ എന്താണ് പ്രജാപത്യം എന്ന് പറയുമ്പോൾ? യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തന്റെ പുത്രിയെ എന്ത് ചെയ്യുന്നു? വിവാഹം കൊടുക്കുന്നു. എല്ലാത്തിനും തികഞ്ഞ ഒരാൾ, യോഗ്യനായ, സൈന്യത്തിനായാലും ആരോഗ്യത്തിനായാലും, അല്ലെ നമ്മൾ പറയല്ലേ ഒരു ആജാനബാഹു എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ഒരു എല്ലാം തികഞ്ഞ ഒരു പ്രജാപത്യ അടക്കി വാഴുന്ന ഒരാൾക്ക് യോഗ്യനായ, അവിടെ ആ വര തന്നെ അല്ലെങ്കിൽ ആ വരി തന്നെ ശ്രദ്ധിച്ചിരിക്കുക, യോഗ്യനായ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രജാപത്യ വിവാഹം എന്ന് പറയുന്നത്. 4 ആയിട്ടുണ്ട്. അസുര വിവാഹം. അസുരൻ എന്ന് പറയുന്നത് എന്താണ്? വരൻ വധുവിന്റെ ബന്ധുക്കൾക്ക് പണം നൽകിക്കൊണ്ട് വധുവിനെ സ്വന്തമാക്കുന്ന രീതി. അതൊരു അസുര, അതായത് ഒരു ഇപ്പോഴത്തെ ഡൗറി സിസ്റ്റം പോലെ, അല്ലെ, സ്ത്രീധനം. അപ്പൊ ഇവിടെ എന്താണ്? വരൻ എന്താണ്? തിരിച്ചാണ്. വരൻ എന്ത് ചെയ്യുന്നു? വധുവിന്റെ ബന്ധുക്കൾക്ക് പണം നൽകിക്കൊണ്ട്, അതായത് ഒരു 50,000 രൂപ തരാം, നിങ്ങളെ മകളെ എന്ത് ചെയ്യും, എനിക്ക് വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ ആ കുട്ടിക്ക് അത് എന്തല്ല ഇഷ്ടമായിരിക്കില്ല, പെൺകുട്ടിക്ക് ഈ ഒരു വിവാഹത്തോട് ഇഷ്ടമല്ലെങ്കിൽ പോലും പണം നൽകുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും? ഈ മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? അസുര വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അസുര വിവാഹം എന്താണ്? വരൻ തന്റെ കയ്യിലുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കും? പെൺകുട്ടിയുടെ അച്ഛന് കൊടുത്തും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹം കഴിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? അസുര വിവാഹം. ഒരു ഇഷ്ടക്കുറവിന്റെ ഉണ്ട്, അല്ലെ, പേരിൽ തന്നെ ഉണ്ട് അസുര വിവാഹം. അടുത്ത് ഗാന്ധർവ വിവാഹം. ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹം കഴിക്കുന്ന രീതിയാണ്. ഇതില് ആരുടെ പങ്കില്ല? രക്ഷിതാക്കളുടെ പങ്കില്ല. അതായത് ഇപ്പൊ കറൻലി എന്നല്ല, നമ്മുടെ ലവ് മാരേജിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. അപ്പം പരസ്പരം സ്നേഹിക്കുന്ന എന്താണ്? പുരുഷനും സ്ത്രീയും തമ്മിൽ എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്ന രീതിയാണ് ഗാന്ധർവ വിവാഹം, അല്ലെ? ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് ഇവിടെ ആരുടെ സപ്പോർട്ട് വേണ്ട? നമുക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണ്ട. പണ്ടൊക്കെ ഉണ്ടായിരുന്നു സ്വയംവരം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള ഒരാളെ മാലയുമായിട്ട് പോകുന്നു, ഇഷ്ടമുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു? മാല ചാർത്തി എന്ത് ചെയ്യുന്നു? തന്റെ പങ്കാളിയാക്കുന്ന രീതി. അതുപോലെയൊക്കെയുള്ള ഒരു വിവാഹമൊക്കെ ഏതിൽ വരും? നമ്മുടെ ഗാന്ധർവ വിവാഹത്തിൽ വരും. അടുത്ത രാക്ഷസ വിവാഹം. പേരിൽ തന്നെ ഉണ്ട്, അല്ലെ, ഒരു കുറച്ച് അടുപ്പമാണ്. എന്താണ് രാക്ഷസ വിവാഹം? യുദ്ധത്തിൽ വിജയിക്കുന്ന ഒരു വ്യക്തി, യുദ്ധത്തിൽ ഒരാൾ വിജയിച്ചു, തോറ്റ ഭാഗത്തുള്ള ഒരു ആളുടെ മകളെ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന രീതി. അവിടെ പേര് എടുത്തെഴുതുക, തട്ടിക്കൊണ്ടുപോവുകയാണ്. അതായത് ആ കുട്ടിക്ക് ഇഷ്ടമില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന രീതി. അതായത് യുദ്ധത്തിൽ വിജയിക്കുന്ന വ്യക്തി പരാജിതരായ ഭാഗത്തുള്ള, യുദ്ധത്തിൽ ഒരാൾ ജയിച്ചു, പരാജിതരായ അവിടെയുള്ള ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? രാക്ഷസ വിവാഹം. ഇനി പൈശാചിക വിവാഹം. പൈശാചിക വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്ന രീതിയാണ് പൈശാചിക വിവാഹം എന്ന് പറയുന്നത്. പൈശാചിക വിവാഹം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തുകയാണ്. അതായത് പല രീതിയിലും ആവാം, അല്ലെ, ചിലപ്പോൾ ഹരാസ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടോ എങ്ങനെയാന്തോ ആവാം, അതിനെ ചതിയിൽപ്പെടുത്തിട്ട് അതിനെ സ്വന്തമാക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? പൈശാചിക വിവാഹം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കുക? 8 തരത്തിലുള്ള വിവാഹമുണ്ട്. ബ്രഹ്മവിവാഹം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മവിവാഹം എന്താണ്? വധുവിനെ എന്ത് ചെയ്യുന്നു? തന്റെ വരന് സമാനമായിട്ട് അച്ഛൻ കൊടുക്കുന്ന രീതിയാണ് എന്ന് വിളിക്കുന്നത് ബ്രഹ്മവിവാഹം. ദൈവവിവാഹം എന്ന് എന്താണ്? ഒരു പുരോഹിതന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അത് അഗ്നിയുടെ സാക്ഷ്യത്തിലായിരുന്നത് കൊണ്ട്, അതുപോലെ അഗ്നികുണ്ഡത്തിന്റെ യാഗത്തിന്റെയൊക്കെ മുമ്പിൽ നിന്നാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് ദൈവവിവാഹം എന്ന് പറയുന്നത്. ആർഷവിവാഹം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊടുക്കുന്നതോടൊപ്പം എന്തെന്ന്? പശുവിനെയോ കാളയോ അല്ലെങ്കിൽ ഒരു ജോഡി പശുവിനെയോ കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആർഷവിവാഹം. പ്രജാപത്യ വിവാഹം എന്ന് എന്താണ്? യോഗ്യനായ ഒരാൾക്ക് എന്ത് കൊടുക്കുന്നു? കുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെയാണ് യോഗ്യനായ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് കൊണ്ട് അതിന് പ്രജാപത്യ വിവാഹം എന്ന് പറയുന്നു. അസുര വിവാഹം എന്ന് എന്താണ്? വരൻ എന്ത് ചെയ്യുന്നു? വധുവിന്റെ ബന്ധുക്കൾക്ക് പണം നൽകിക്കൊണ്ട് കുട്ടീനെ എന്ത് ചെയ്യുന്നു? സ്വന്തമാക്കുന്ന രീതിയാണ് അസുര വിവാഹം. ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുന്ന ആൾ, ലവ് മാരേജ്, അല്ലെ, സ്നേഹിക്കുന്ന ആൾ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ആൾ. അതിലവിടെ പിതാക്കളുടെ എന്ത് വേണ്ട? ഒരു ഒപ്പീനിയനും നമുക്ക് അവിടെ വേണ്ട. രാക്ഷസ വിവാഹം എന്ന് പറയുന്നത് രാക്ഷസ വിവാഹം യുദ്ധത്തിൽ ജയിക്കുന്ന
ഒരു വ്യക്തി പരാജിതരായ വ്യക്തികളുടെ കൂട്ടത്തുള്ള ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോവാണ് അല്ലെ. അവിടെ അത് വരച്ച് പഠിക്കുക. തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിയുന്ന രാക്ഷസ വിവാഹം. പൈശാചിക വിവാഹം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടീനെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്, പൈശാചിക വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുസ്ലിം മാരേജ്. എന്താണ് മുസ്ലിം മാരേജ്? മുസ്ലിം മാരേജിലും ഇതുപോലെ ടൈപ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹിന്ദു മാരേജിന്റെ ടൈപ്സ് ആണ് നോക്കിയത്. ഇനി മുസ്ലിം മാരേജിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്? നിക്കാഹ് അല്ലെ. നിക്കാഹ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിക്കാഹ്. നിക്കാഹ് എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം സമുദായത്തിൽ ഒരു പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത്. ഒരു പുരുഷന്റെ എന്താണ് സമ്മതത്തോടെ, സ്ത്രീയുടെയും പുരുഷന്റെയും സമ്മതത്തോടെ മുല്ല എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ കീഴിൽ നടക്കുന്ന വിവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്, നിക്കാഹ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്താണ് നിക്കാഹ്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ എന്ത് ചെയ്യുന്നു, പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ സാധാരണയായി നടക്കുന്ന വിവാഹമാണ് നിക്കാഹ്. അവിടെ പുരുഷന്റെയും സ്ത്രീയുടെയും സമ്മതമുണ്ട്. ആരുടെ സാക്ഷ്യത്തിൽ നടക്കുന്നു? മുല്ല എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ സാക്ഷ്യത്തില് നടക്കുന്നുണ്ട്. ഈ വിവാഹത്തിൽ ജനിക്കുന്ന എന്താണ് കുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിന്റെ അവകാശമുണ്ട്. അപ്പൊ ഇതില് അച്ഛനും അമ്മയും തമ്മിൽ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വത്തിന്റെ അവകാശം, പിതാവിന്റെ സ്വത്തിന്റെ അവകാശം കുട്ടികൾക്ക് ഉണ്ട്. ഇതാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മൂത എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? വിവാഹത്തിന്റെ മുൻപ് തന്നെ കാലാവധി നിശ്ചയിക്കുകയാണ് അല്ലെ. വിവാഹത്തിന് മുൻപ് തന്നെ കാലാവധി നിശ്ചയിക്കുകയും ഈ വിവാഹബന്ധം പിന്നീട് സ്ഥിരം ആകാവുന്നതുമാണ്. ഈ വിവാഹബന്ധം എങ്ങനെയാണ്? സ്ഥിരം ആകാവുന്നതാണ്. ഈ വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്, എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിക്കാം. മൂത എന്ന് പറയുന്നത് എന്താണ്? വിവാഹത്തിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു, കാലാവധി നിശ്ചയിക്കുകയാണ്. വിവാഹത്തിന്റെ മുൻപ് തന്നെ കാലാവധി നിശ്ചയിക്കുന്നു. ഈ വിവാഹബന്ധം പിന്നീട് എന്താവുന്നു, സ്ഥിരമാകുന്നു. പിന്നെ മുമ്പ് എന്ത് ഉറപ്പിച്ചു വെക്കുക എന്നൊക്കെ പറയില്ലേ, എൻഗേജ്മെന്റ് കഴിക്കുന്ന പോലെ കഴിപ്പിച്ചു വെച്ചിട്ട് ഇത് പിന്നെ എന്ത് ചെയ്യുന്നു, സ്ഥിരമാകുന്നു. ഈ വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് എന്തില്ല, അവകാശമുണ്ടോ? ഇല്ല. അതാണ് രണ്ടാമത്തെ മൂതയുടെ പ്രത്യേകത. ഇനി ഫസിദ് എന്ന് പറയുന്നത് എന്താണ്? വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത്തരം വിവാഹത്തെ എന്തെന്ന് പറയുന്നു, ഫസിദ് എന്ന് പറയുന്നു. ഒരു വിവാഹം നിശ്ചയിച്ചു, അതിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു, ഫസിദ് എന്ന് വിളിക്കുന്നു. വിവാഹത്തിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത വിവാഹമാണ്. ഇതൊരു ക്രമമില്ലാത്ത, ഒരു ഓർഡർ ഇല്ലാത്ത വിവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഫസിദ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫസിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത്തരം വിവാഹത്തെയാണ് ഫസിദ് എന്ന് വിളിക്കുന്നത്. വിവാഹത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത വിവാഹത്തെയാണ്, ഒരു കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ, അത് പാലിക്കപ്പെടാത്ത വിവാഹത്തെയാണ് ഫസിദ് എന്ന് വിളിക്കുന്നത്. ഇനിയുണ്ട് ബാറ്റിൽ. എന്താണ് ബാറ്റിൽ? മുസ്ലിം വിവാഹത്തിന്റെ കുറച്ച് പരിഭാവനമായ തത്വങ്ങളുണ്ട്. ഇത് പാലിക്കാതെയുള്ള വിവാഹത്തെയാണ് ബാറ്റിൽ എന്ന് വിളിക്കുന്നത്. കുറേ ഫിലോസഫിക്കൽ കാര്യങ്ങളും തത്വങ്ങളുണ്ട്. ഇത് പാലിക്കാത്ത വിവാഹത്തെ ബാറ്റിൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് നോക്കിക്കേ, മുസ്ലിം മാരേജ് എത്ര ടൈപ്സ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട്. നിക്കാഹ് ഉണ്ട്, മൂതയുണ്ട്, ഫസിദ് ഉണ്ട്, ബാറ്റിലുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു മുസ്ലിം സമുദായത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന കല്യാണത്തെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ നിക്കാഹ് എന്ന് വിളിക്കുന്നത്. ഒരു മുല്ല എന്ന് പറയുന്ന പുരോഹിതന്റെ കീഴിൽ നടത്തുകയാണ് അല്ലെ. അതിന് സാക്ഷ്യത നടക്കുന്നു. ഈ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിന്റെ അവകാശം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ. പക്ഷെ മൂതയാണെങ്കിലോ വിവാഹത്തിന്റെ മുൻപ് തന്നെ ഒരു കാലാവധി നിശ്ചയിക്കുന്നു. ഈ വിവാഹ ബന്ധം പിന്നീട് സ്ഥിരമാകുന്നു. നേരത്തെ നിശ്ചയിച്ചിട്ട് പിന്നെ സ്ഥിരമാകുന്നു. ഇതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ട്, പിതാവിന്റെ സ്വത്തിന്റെ അവകാശം ഉണ്ട്. പക്ഷേ ആർക്കില്ല? നമ്മുടെ ഭാര്യയ്ക്ക് സ്വത്തിന്റെ അവകാശം ഇല്ല. ഫസിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമക്കേടുകളുള്ള കല്യാണത്തെയാണ് എന്ന് വിളിക്കുന്നത് ഫസിദ്. കുറച്ച് ഓർഡർ ഉണ്ട്, അത് കീപ്പ് ചെയ്ത് പോവാത്ത, അല്ലെങ്കിൽ വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഫസിദ് എന്ന് വിളിക്കുന്നത്. അല്ല, ഒരു ക്രമമില്ലാത്ത വിവാഹം. പിന്നെ ബാറ്റിലോ എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ പരിഭാവനമായ തത്വങ്ങളുണ്ട് അല്ലെ വിവാഹത്തില് അല്ലെ. ആ തത്വങ്ങൾ പാലിക്കാതെയുള്ള വിവാഹത്തെയാണ് ബാറ്റിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയാണ് അവിടെ ഉള്ളത്. ഇനി ഒരു 1 വേർഡ് പറഞ്ഞു തരട്ടെ. ഹിന്ദു മാരേജ് ആക്ട് എപ്പോഴാണ് വന്നത്? 1955, 1955. ഷോർട്ടായിട്ട് എവിടെയെങ്കിലും എഴുതി കുറിച്ചിട്ടോ, ചിലപ്പോൾ ചോദിക്കാം. ഹിന്ദു മാരേജ് ആക്ട് എപ്പോഴാണ്? 1955. ചിലപ്പോൾ ചോദിക്കാം ഹിന്ദു മാരേജ് ആക്ട് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1955. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പോർഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ചേഞ്ചസ് ഇൻ മാരേജിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്? നമ്മളിപ്പോ ഒരുപാട് ടൈപ്സ് പഠിച്ചു. ഇപ്പോ മാരേജിന്റെ കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? സ്ത്രീകൾക്ക് ഒരുപാട് മാരേജിൽ കാഴ്ചപ്പാടുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായി അല്ലേ. ഇപ്പം ഇപ്പോഴത്തെ സെഞ്ചുറിയിൽ ഒരുപാട് മാറ്റം. കാരണം സ്ത്രീകളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? എഡ്യൂക്കേറ്റഡ് ആയി അല്ലെ. ഒരുപാട് മേഖലകളിലെല്ലാം ഉയർന്നപ്പോ സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലെ. പണ്ട്
അവര് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ വിവാഹത്തിന്റെ പ്രായത്തിന്റെ പരിധിയൊക്കെ കൂടി അല്ലെ. ചിലപ്പോ പണ്ട് ഒരു 18 വയസ്സിലായിരുന്നു വിവാഹമെങ്കിൽ, അല്ലെങ്കിൽ 14 വയസ്സിൽ വിവാഹം കഴിച്ച സമയം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, വിവാഹത്തിന്റെ ആ ഒരു പ്രാധാന്യം കുറച്ച് മാറി. ആദ്യം കുട്ടികൾ എന്താ ചെയ്യുന്നത്, ചേഞ്ചസ് ആണ് ചോദിക്കുന്നത്. ആദ്യം കുട്ടികൾ സ്വന്തം കാലിൽ ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിവാഹം. അപ്പൊ ചേഞ്ചസ് അല്ലേ, വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേർന്നു. അപ്പൊ അതാണ് വിദ്യാഭ്യാസം അനുഷ്ഠിക്കുകയും പിന്നീട് ജോലി ചെയ്യാനും തുടങ്ങി. പിന്നെ യുക്തിവാദം, അതുപോലെ തന്നെ വ്യക്തിവാദം അല്ലെ. യുക്തിവാദം, വ്യക്തിവാദം, സ്ത്രീ പുരുഷ സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ കാര്യത്തിലെല്ലാം ആളുകളുടെ എന്ത് ചെയ്യുന്നുണ്ട്, മനോഭാവം മാറി അല്ലെ. ഫെമിനിസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ കോൺസെപ്റ്റ് തന്നെ വിവാഹത്തിന്റെ മാറ്റങ്ങൾ ഒരുപാട് വന്നു. ആദ്യം എന്ത് ചെയ്യണം, വിദ്യാഭ്യാസമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒരു ജോലി, അത് കഴിഞ്ഞിട്ട് വിവാഹം എന്നുള്ള ഒരു തലത്തിലോട്ട് മാറി. പണ്ട് അങ്ങനെയല്ല, ആദ്യം വിവാഹമായിരുന്നു അല്ലെ. ആദ്യം വിവാഹം, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4 ചുവരിനുള്ളിൽ ജീവിതം ഹോമിക്കുന്ന ഒരു രീതിയായിരുന്നു മുമ്പത്തെ കാലത്ത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ യുവാക്കളും എന്ത് ചെയ്യുന്നുണ്ട്, യുവതികളൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അവർ ആദ്യം കരുതുന്നത് പ്രയോറിറ്റി ഫസ്റ്റ് വിവാഹത്തിന് കൊടുക്കുന്നുണ്ടോ, ഇല്ല അല്ലെ. ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനില്ല, നമ്മുടെ വിവാഹത്തിനില്ല. വിവാഹം കുറച്ച് പതുക്കെ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ, ഒരു തലത്തിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. അതാണ് ഇവിടെ വേണ്ടത്. അപ്പൊ അതിന് സ്വാധീനം ചെയ്തൊക്കെയാണ് യുക്തിവാദം, വ്യക്തിവാദം, ജനാധിപത്യം. ഇതൊക്കെ എന്തിലോട്ട് വഴിതെളിച്ചു, വിവാഹത്തിന്റെ മാറ്റത്തിലോട്ട് വഴിതെളിയിച്ചു. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിവാഹം എന്താണ്, വിവാഹത്തിന്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി അല്ലേ. ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ, ടൈപ്സ് നോക്കി, മോണോഗാമി, പോളിഗാമി നോക്കി, പോളിയാൻഡ്രി നോക്കി, അതുപോലെ തന്നെ പോളിഗെയിനി നോക്കി, ഹൈപ്പർഗാമി അല്ലെങ്കിൽ ഹൈപ്പോഗാമി, ക്രോസ് കസിൻ മാരേജ്, ലിവറേറ്റ്, സോറോറേറ്റ് അല്ലെ. പിന്നെ എത്ര തരത്തിലുള്ള ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് എത്ര തരം, 8 തരത്തിലുള്ള ഹിന്ദു മാരേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസ് 4 തരത്തിലുണ്ട്, ബാറ്റില്, ഫസിദ്, നിക്കാഹ്, മൂദ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പൊ ഇതെല്ലാം സിമ്പിൾ ആണ് അല്ലെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാനായിട്ട് സാധിച്ചിരിക്കും, ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോഷ്യോളജിയിൽ ഒരു ശകലം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണ് ഈ പാഠം. കുറച്ച് നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് കേട്ടാ ഇല്ല, പക്ഷെ എന്നാലും ഒരുപാട് ഉണ്ട്. പക്ഷെ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു അർത്ഥം മനസ്സിലാക്കി വായിക്കാം, തിരിഞ്ഞു പോകരുത് കേട്ടോ. മോണോഗാമി എഴുതുമ്പോൾ പോളിഗാമി എഴുതി വെക്കരുത്. ഹൈപ്പർഗാമി ശ്രദ്ധിച്ചു പിടിക്കുക. ഹൈപ്പർ എന്ന് പറയുമ്പോൾ പുരുഷനാണ് ഉയർന്നു നിൽക്കുന്നത്. ഹൈപ്പോ തിരിച്ച്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, നന്നായിട്ട് എഴുതാൻ സാധിക്കും. സിമ്പിൾ ഒരു പാഠമാണ് അല്ലെ. നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിനകത്തൊന്ന് മാർക്ക് എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, എന്താണ് ആർഷവിവാഹം, എന്താണ് ബ്രഹ്മവിവാഹം, ഇനി എന്താണ് മൂത, എന്താണ് ഫസിദ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ക്ലാസ് നന്നായിട്ടൊന്ന് കേൾക്കുക. ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കാം അല്ലെ. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ കുറച്ച് വൈഡായിട്ട് പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒതുക്കിയെടുക്കാൻ കഴിയില്ല ചില സബ്ജക്റ്റുകൾ. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്ത് സ്റ്റോപ്പ് വെച്ചിട്ട് വേണമെന്നുള്ള പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്ത് ലെക്ചർ നോട്ടൊക്കെ എഴുതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ മാരേജ് എന്ന് പറഞ്ഞൊരു പാഠം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത് നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ ഭാവി അല്ലെ നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത് എനിക്ക് തന്നെയാണ് ഗുണം, വേറെ ആർക്കും അല്ല. ആത്മാർത്ഥമായിട്ടൊന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിനകത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തല പുകയ്ക്കരുത്, ഒരുപാടിട്ട് വായിക്കരുത്. കാരണം ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്ന് വെച്ചാൽ പോളിഗാമി, പോളിയാൻഡ്രി ഇങ്ങനെ ഒരുപാടിട്ട് വായിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയില്ല ഈ പാഠത്തിൽ. കാരണം കൺഫ്യൂഷൻ ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ. ഇനി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ഒന്ന് മനസ്സിലിരുത്തി ഒന്ന് വായിച്ച് ടെക്സ്റ്റും കൂടെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് ഞാൻ പറയും. അപ്പോൾ മനസ്സോടെ ഇരുന്ന് പഠിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സിൽ നിങ്ങൾ ഇടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഊർജ്ജമാണ്. നമുക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളത് എല്ലാം തരണം ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്തിലാണ്?
എനിക്ക് +2 നല്ല രീതിയിൽ മാർക്ക് എടുക്കുക. ആ ഒരു രീതി മാത്രം, ആ ഒരു സ്വപ്നം മാത്രം വെക്കുക. ബാക്കിയെല്ലാം വരും, പിന്നാലെ വന്നോളാം. നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാവാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കമന്റ്സ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കുട്ടികൾ കാണും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ് ആവട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്രയേ ഉള്ളൂ അല്ലെ. ഒരു ലൈക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അതൊരു ഊർജ്ജമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.